നമുക്കപ്പോൾ ഓണത്തിൻ്റെ വൃത്തിയാക്കൽ തുടങ്ങാം. എന്താ വെച്ചാൽ ഇന്ന് തുടങ്ങിയാലേ ഇനി ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് വൃത്തിയാക്കൽ. ഇതിപ്പോൾ എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല, അത്രയും വൃത്തിയാക്കാനുണ്ട്. എന്നാലും നമുക്ക് ഇന്ന് തുടങ്ങാം. ആദ്യം ഞങ്ങൾ കിടക്കുന്ന റൂമാണ് വൃത്തിയാക്കുന്നത്. ആദ്യം തന്നെ ജനലിലെ പൊടിയെല്ലാം തട്ടിയിട്ട് അവിടെ തുടച്ചു. ഇനി നേരെ ഫാനും തുടച്ച് കഴിഞ്ഞാൽ മറ്റേ ജനലും കൂടി തുറക്കാം. ഞങ്ങളങ്ങനെ എപ്പോഴും ജനൽ തുറന്നിടാറുമില്ല, പക്ഷെ എന്നാലും പൊടി വേഗം വരുന്നു. ജനൽ തുറക്കാതെ തന്നെ പൊടി പിടിക്കുന്നേ ഞങ്ങളടുത്ത്. അത് കഴിഞ്ഞ് നേരെ അലമാര തുറക്കാൻ വേണ്ടിയിട്ട് അലമാരേൻ്റെ ഗ്ലാസും മേലെയും ഫുള്ള് വൃത്തിയാക്കി വെച്ച്. അതിൻ്റെ ഇടയിൽ എൻ്റെ മുത്ത് വന്നിട്ട് ഇതാ കണ്ണാടി നോക്കിയിട്ടുണ്ടെല്ലാം ഇങ്ങനെ ഒരു കോമിക്ക് കാണിക്കുന്നുണ്ടേ. അങ്ങനെ ബെഡത്തെ പൊടിയെല്ലാം തട്ടിയിട്ട് സൈഡിൽ ചുമരിൻ്റെ എല്ലാം ഞാൻ പൊടിയെല്ലാം എടുത്തു. ഇപ്പോൾ ആ താഴെ വീണ പൊടിയും അതിൻ്റെ അടിയിലും കട്ടിലിങ്ങനെ നീക്കിയിട്ടാണ് ഞാൻ അടിയെല്ലാം അടിച്ച് വൃത്തിയാക്കിയത്. കട്ടിലിങ്ങനെ നീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്, കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട്. ബെഡും അതെല്ലാം ആകുമ്പോഴത്തേക്ക് നല്ല വെയിറ്റാണ്. ഈ റൂമിൽ ഏകദേശം എല്ലാം റെഡിയായി. പിന്നെ അപ്പുറത്തെ റൂമിൽ ഈ റൂമിൽ ആരും കിടക്കലില്ല. മമ്മിയറ്റ വന്നാൽ കിടക്കുന്ന, അങ്ങനെ ആരും വന്നാൽ കിടക്കുന്നില്ലാതെ, പക്ഷെ ആരും കിടക്കാനില്ല. ഈ റൂമിൽ നിന്നാണ് ഞങ്ങൾ ഒരുങ്ങുന്നതും പിന്നെ എൻ്റെ മിഷനും എല്ലാം ഈ റൂമിലായുള്ളത്. അപ്പോൾ എന്നും ഇതിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഈ റൂമിൽ വന്നിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പൊടിയും ഉണ്ടാവും. അത് അമ്മമ്മ 2 ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതന്ന് കാണിച്ചാണ്. അമ്മമ്മ അപ്പുറത്തുനിന്ന് കൊടുത്തേ ഡ്രസ്സ്. ഈ റൂമും ഏകദേശം ക്ലീനായി. ഇന്നിപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഫുൾ അടിച്ചിട്ടിട്ട് പിന്നെ ബാക്കിയിൽ നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കുറച്ചും കഴിഞ്ഞിട്ട്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.